വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ്. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ 1200 ആണ്ട് കർക്കിടകം 31 വരെയുള്ള പുതുവർഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുവെ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും അത് ബാധിക്കുന്നു. മനുഷ്യൻ്റെ ജനന നക്ഷത്രമനുസരിച്ച് അല്ലെങ്കിൽ ജാതകമനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും ഗുണദോഷ ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത്. ഇത് ഒരു പൊതുഫലമാണ്. ഗോചരഫലങ്ങൾ പൂർണ്ണമായും ഫലം നൽകണമെന്നില്ല. ഏകദേശം 25 അല്ലെങ്കിൽ 30% മാത്രമേ ഗോചരഫലങ്ങൾ ഫലിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വർഷം 2025 മാർച്ച് മെയ് മാസങ്ങളിൽ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ രാശി മാറുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വ്യാഴം അല്ലെങ്കിൽ ഗുരു 2025 മെയ് 14 രാശി മാറുന്നു. ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും ഗുരുവിൻ്റെ വീടായ മീനൻ രാശിയിലും. 2025 മെയ് 18 രാഹു മീനൻ രാശിയിൽ നിന്നും ശനിയുടെ വീടായ കുംഭൻ രാശിയിലും. കേതു കന്നി രാശിയിൽ നിന്നും സൂര്യൻ്റെ വീടായ ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം 12 രാശിക്കാർക്കും അവരവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും ഗുണദോഷ ഫലങ്ങളായിരിക്കും നൽകുന്നത്. കുറച്ച് രാശിക്കാർക്ക് നല്ല ഫലമാണെങ്കിൽ മറ്റു കുറച്ച് രാശിക്കാർക്ക് ദോഷഫലങ്ങളായിരിക്കും. ഇനി മറ്റു ചിലർക്ക് ഇടകലർന്ന ഫലങ്ങളുമായിരിക്കും. ഈ രാശിമാറ്റവും അതോടൊപ്പം ഈ വർഷം വ്യാഴത്തിൻ്റെ വക്രഗതിയും ശനിയുടെ വക്ര നിവൃത്തിയും കണക്കിലെടുത്ത് സൂക്ഷ്മമായി ഗണിച്ച് എടുത്തിട്ടുള്ള ഫലങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ, അതായത് മലയാള വർഷം ചിങ്ങമാസം തുടങ്ങുമ്പോൾ തൊട്ട് ഏകദേശം 8-9 മാസം ഉള്ളൊരു ഫലം ആദ്യം അവതരിപ്പിക്കുകയും അതിനുശേഷം രണ്ടാം ഘട്ടമായിട്ട് ഗ്രഹങ്ങൾ മാറിയതിൻ്റെ ഫലവും ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ രണ്ടായിട്ടാണ് ഇവിടെ ഫലങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ഘട്ടമായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം മേടൻ രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്ക് ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം 2-ൽ, ചൊവ്വ 2-ൽ, ശനി 11-ൽ, ചന്ദ്രൻ 10-ൽ, രാഹു 12-ൽ, കേതു 6-ൽ, സൂര്യൻ, ബുധൻ, ശുക്രൻ 5-ൽ. ഇവർ ചിങ്ങത്തിലാണ്. സ്ക്രീനിൽ കാണുന്ന ഗ്രഹനില നിങ്ങൾ കാണുക. വർഷാരംഭത്തിൽ പ്രധാന ഗ്രഹങ്ങൾ അനുകൂല നിലയിലാണ് മേടൻ രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത്. ഗുരു മംഗളയോഗത്തോടെയുള്ള തുടക്കം ധനസമൃദ്ധി ഉണ്ടാക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. സഹോദരങ്ങളുടെ സഹകരണമുണ്ടാകും. കുടുംബദേവതയുടെ അനുഗ്രഹം, സന്താനയോഗം, തൊഴിലഭിവൃദ്ധി, തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിൽ, കടം കേസ് വഴക്കുകൾ ഉള്ളവർക്ക് അത് തീർക്കാൻ കഴിയും. രോഗദുരിതങ്ങൾ കുറയും. തൊഴിൽ സംബന്ധമായി വേറൊരു സ്ഥലത്ത് മാറി താമസിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം. ഉന്നത പഠനത്തിന് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്. സമൂഹ മധ്യത്തിൽ പ്രശസ്തി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി. പ്രണയിതാക്കൾക്ക് നല്ല സമയമാണ്. പരസ്പര സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കും.
സിനിമ, സീരിയൽ, സംഗീത മേഖലകളിലും മീഡിയ, അഡ്വർടൈസിംഗ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. ചില രോഗാരിഷ്ടതകൾ ഉണ്ടായാലും അവ ബുദ്ധിമുട്ടിക്കില്ല. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മംഗല്യയോഗം. ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും ഈ വർഷം. എന്നാൽ 2025 മാർച്ച് അവസാനം മുതൽ 7 ശനിയുടെ ആരംഭമായിരിക്കും. മെയ് 14 ഗുരു 3-ൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും താമസവും ഉണ്ടായിരിക്കും. ഇതോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ രാശിമാറ്റവും സംഭവിക്കുന്നു. രാഹു അനുകൂലമാണെങ്കിലും കേതു അത്ര അനുകൂലമല്ലാത്ത പഞ്ചമസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2025 ഓഗസ്റ്റ് 17 മുതൽ മേടൻ രാശിക്ക് അനുകൂലമല്ലാത്ത സമയമായിരിക്കും. അപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് 17 മുതൽ അടുത്ത വർഷം മാർച്ച് വരെ അനുകൂല സമയവും അതിനുശേഷം പ്രതികൂല സമയവുമായതിനാൽ ഇപ്പോൾ ഉള്ള നല്ല സമയം ബുദ്ധിപരമായി ഉപയോഗിക്കുക. ജോലി സംബന്ധമായും ധനസംബന്ധമായും ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടും അടുത്ത കുടുംബാംഗങ്ങൾ വരെ ശത്രുക്കളായി മാറുന്ന അവസ്ഥയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും ഉണ്ടാകും. 7 ശനിയുടെ തുടക്കം കൂടിയായതിനാൽ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 7, 9, 11 ഭാവങ്ങളിൽ വരുന്നതിനാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് സമാധാനം ലഭിക്കുന്നതാണ്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ച പോലെ അനുകൂല ദശാഭുക്തിയും ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയും ജനനകാല ജാതകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് 1200-ാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം ജന്മത്തിൽ, ചൊവ്വ ജന്മത്തിൽ, സുഖസ്ഥാനത്ത് സൂര്യൻ, ബുധൻ, ശുക്രൻ, 5-ൽ കേതു, 8-ൽ ചന്ദ്രൻ, കർമ്മത്തിൽ ശനി, 11-ൽ രാഹു. ഇതാണ് ഇടവൻ രാശിക്കാർക്ക് പുതുവർഷം തുടങ്ങുമ്പോഴുള്ള ഗ്രഹസ്ഥിതി. സ്ക്രീനിൽ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടകശനി തുടരുകയാണ്. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നിലവിൽ ജോലിയിലുള്ളവർക്ക് അധിക സമയം ജോലി ചെയ്യേണ്ടതായി വരും. കുടുംബത്തിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുമെങ്കിലും മന്ദഗതിയായിരിക്കും. ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനായി പലവട്ടം പ്രവർത്തിക്കേണ്ടതായി വരും. ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാകാം. ജന്മത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ചില തടസ്സങ്ങളും രോഗങ്ങളും വരുത്തുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് അധ്വാനിച്ചാൽ, അതായത് വേക്കൻസി നോക്കി മെനക്കെട്ട് അപേക്ഷിച്ചാൽ ജോലി ലഭിക്കുന്നതാണ്. പക്ഷേ അത് മനസ്സിന് പിടിക്കണമെന്നില്ല. ജോലി കിട്ടിയാൽ അത് ഏറ്റെടുക്കുക, വേണ്ടാന്ന് വയ്ക്കരുത്. മുന്നോട്ട് സമയം അനുകൂലമായി വരുന്നതിനാൽ പിന്നീട് ഈ ജോലി നിങ്ങൾക്കൊരു ഭാഗ്യമായി മാറും. ഉന്നത പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം നേരിടുമെങ്കിലും അത് സാധിക്കും. ലോൺ അല്ലെങ്കിൽ കടം വാങ്ങാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും. രോഗങ്ങൾ വന്നാലും അത് പെട്ടെന്ന് ഭേദമാകും. അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. കുട്ടികൾ മൂലം മാതാപിതാക്കൾക്ക് മനോവേദന. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. പ്രണയിതാക്കൾക്ക് നല്ല സമയമല്ല. വേർപിരിയാൻ സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ ഫലമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ ആത്മവിശ്വാസം കൂടും. ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്യും. ബാങ്കിംഗ്, അക്കൗണ്ട്സ്, അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരവരുടെ ജോലിയിൽ മതിപ്പുണ്ടാകും. സഹപ്രവർത്തകരെ സഹായിക്കും. ചില ഇടവം രാശിക്കാർ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 17 മുതൽ ഏകദേശം 8 മാസം കുറച്ച് ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. എന്നാൽ മേടമാസത്തിന് ശേഷം നിങ്ങളുടെ സമയം തെളിയുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, മംഗളകർമ്മങ്ങൾ. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി. വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ ദീർഘകാലം പ്ലാൻ ചെയ്തവർക്ക് ഈ സമയം അവരുടെ ആഗ്രഹം സാധൂകരിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ ഉയർച്ച.
ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ജനനകാല ദശാഭുക്തി അനുസരിച്ചും അനുകൂല ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മിഥുനൻ രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്കാർക്ക് ചിങ്ങമാസം തുടങ്ങുമ്പോഴുള്ള ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം 12-ലും, 3-ൽ സൂര്യൻ, ശുക്രൻ, ബുധനും, 4-ൽ കേതുവും, അഷ്ടമത്തിൽ ചന്ദ്രനും, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ശനിയും, കർമ്മത്തിൽ അതായത് 10-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു. ചിങ്ങമാസം തുടങ്ങുമ്പോൾ 1-2 ദിവസം മനോവേദന ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സ് അസ്വസ്ഥമാകും. 2 ദിവസം കഴിഞ്ഞാൽ മനസ്സിന് ശാന്തത കൈവരിക്കാൻ സാധിക്കും. ചിലവുകൾ അധികരിച്ചു കൊണ്ടിരിക്കും. നല്ല കാര്യങ്ങൾക്കുള്ള ചിലവുകളായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം ചിലവഴിക്കേണ്ടതായി വരും. ജോലിയിലുള്ളവർക്ക് നല്ല സമയം തന്നെയായിരിക്കും. മേലധികാരികളുടെ പ്രീതി ലഭിക്കും. സർക്കാർ ജോലിക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരമുണ്ടാകും. സഹോദരങ്ങളാൽ സന്തോഷവും സഹകരണവും. പെൺമക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അവരുടെ ആവശ്യങ്ങൾക്കായി യാത്ര പോവുക, അവരുടെ ആവശ്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കുക തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കും. എല്ലാം ഉണ്ടെങ്കിലും സൗഖ്യം കുറഞ്ഞോ എന്നൊരു തോന്നലുണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ജോലി ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഉദ്ദേശിച്ച ജോലി അനായാസമായി ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. എന്നാൽ മുതിർന്ന സഹോദരങ്ങൾ കുറച്ച് അകലം പാലിച്ചു നിൽക്കുമെങ്കിലും വളരെ പതുക്കെ നിങ്ങളെ മനസ്സിലാക്കി അടുത്തെത്തുന്നതാണ്. അപ്പോൾ ചിങ്ങമാസം മുതൽ ആദ്യത്തെ 8-9 മാസങ്ങൾ നിങ്ങൾക്ക് നല്ല സമയമായിരിക്കും. 1200-ാം ആണ്ട് മേടമാസം കഴിഞ്ഞാൽ, അതായത് 2025 ഏപ്രിൽ കഴിഞ്ഞാൽ കണ്ടകശനി തുടങ്ങുവാണ്. രാഹു 9-ൽ വരുന്നു, കേതു 3-ലും, ഗുരു ജന്മത്തിലും. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ടെൻഷനും സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മയും അധിക സമയം ജോലി ചെയ്യേണ്ട സന്ദർഭവും ഉണ്ടാകും. എന്നിരുന്നാലും മറ്റ് ബുദ്ധിമുട്ടുകൾ വലുതായി ഉണ്ടാകില്ല. നിങ്ങൾക്ക് അനുകൂല ദശാഭുക്തിയും ജാതകത്തിൽ പ്രധാന ഗ്രഹങ്ങൾ നല്ല സ്ഥിതിയിലുമാണെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാരുടെ 1200-ാം ആണ്ട് ചിങ്ങമാസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴവും ചൊവ്വയും 11-ൽ ഗുരുമംഗളത്തോടെ നിൽക്കുന്നു. രാശിനാഥനായ ചന്ദ്രൻ 6-ൽ, ധനാധിപതിയായ സൂര്യൻ 2-ൽ സ്വക്ഷേത്രത്തിൽ, ലാഭാധിപതിയും സുഖാധിപതിയുമായ ശുക്രൻ ധനസ്ഥാനമായ 2-ൽ, 3-12 ഭാവാധിപതിയായ ബുധനും 2-ൽ, കേതു 3-ൽ, ശനി അഷ്ടമസ്ഥാനത്ത്, രാഹു 9-ൽ. ഇതാണ് ചിങ്ങമാസം തുടങ്ങുമ്പോഴുള്ള കർക്കിടകൻ രാശിക്കാരുടെ ഗ്രഹനില. വളരെ അനുകൂലമായ സ്ഥിതിയിലാണ് ചിങ്ങമാസം പിറക്കുന്നത്. ധനകാരകനായ സൂര്യൻ ധനസ്ഥാനത്ത് തന്നെ സ്വക്ഷേത്രത്തിൽ, അതായത് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനവരവിനെ സൂചിപ്പിക്കുന്നു. കുടുംബസൗഖ്യം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, നിങ്ങളുടെ വാക്കിന് മതിപ്പുണ്ടാവുക, ദീർഘനാളായി കുടുംബത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക, പല വഴികളിലൂടെ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധനം വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായമുണ്ടാകും. പൊതുമധ്യത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വീടോ വാഹനമോ വസ്തുവോ വിദേശയാത്രയോ സ്വപ്നം കണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും. ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ചിട്ടി, ലോട്ടറി മുഖാന്തരം ധനനേട്ടമുണ്ടാകാം. പിരിഞ്ഞു കഴിഞ്ഞവരോ എന്തെങ്കിലും കാരണത്താൽ പിണങ്ങിക്കഴിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒരുമിക്കും. പ്രണയിതാക്കൾക്ക് മംഗല്യയോഗം.
വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും. സന്താനത്തിനായി ദീർഘനാൾ കാത്തിരുന്നവർക്കും സന്താന യോഗം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം, പഠനത്തിൽ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ യോഗം, സഹോദരങ്ങളാൽ സഹകരണവും ആദായവും, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. 1200-ാം ആണ്ട് ചിങ്ങമാസം മുതൽ, അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ ഏപ്രിൽ മെയ് മാസം വരെ കർക്കിടകൻ രാശിക്കാർക്ക് മനസ്സന്തോഷത്തിൻ്റെയും ധനസമൃദ്ധിയുടെയും നാളുകളായിരിക്കും. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. 2025 മെയ് മാസത്തിന് ശേഷം കർക്കിടക രാശിക്കാർക്ക് കുറച്ച് പ്രതികൂലമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാലും വലിയ ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല. വ്യാഴം 12-ൽ മറയുന്നു. ചിലവ് അധികരിക്കും. എന്നാലും അത് ശുഭകാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും. സ്ഥലം മാറി താമസിക്കും. വിദേശയാത്രയോ ജോലിക്ക് വേണ്ടിയോ വിദേശത്ത് പോവുകയോ ചെയ്യും. കടം വാങ്ങും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഏക ആശ്വാസം എന്തെന്നാൽ നിങ്ങളുടെ അഷ്ടമശനി മാറി ശനി ഭാഗ്യസ്ഥാനത്ത് മീനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു. ഇതൊരു നല്ല കാര്യമാണ്. നിങ്ങളെ 1-2 വർഷം അലട്ടിക്കൊണ്ടിരുന്ന ശനി ഇനിയിപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കാൻ പോകുന്നത്. രാഹു അഷ്ടമത്തിലും കേതു 2-ലും സഞ്ചാരം തുടങ്ങും. രാഹു കേതുക്കളുടെ രാശിമാറ്റം കർക്കിടക രാശിക്കാർക്ക് നല്ലതല്ല. വ്യാഴവും രാഹുവും അനുകൂലമല്ലാതെ വരുമ്പോൾ ഏക ആശ്വാസം ശനിയുടേതാണ്. ശനി ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവെ നോക്കിയാൽ ചിങ്ങമാസം മുതൽ ഓഗസ്റ്റ് 17 മുതൽ ഏകദേശം 8-9 മാസം നല്ല ഫലങ്ങളും അതിനുശേഷം, അതായത് ഏപ്രിൽ മാസത്തിന് ശേഷം ഗുണദോഷ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ ജനനകാലം അനുസരിച്ച് ജാതകത്തിൽ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലും നല്ല ദശാഭുക്തിയുമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രം, ആദ്യകാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്കാരുടെ ചിങ്ങമാസം ആരംഭത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം 10-ൽ, ചൊവ്വ 10-ൽ, സൂര്യൻ, ബുധൻ, ശുക്രൻ ജന്മത്തിൽ അല്ലെങ്കിൽ 1-ാം ഭാവത്തിൽ, 2-ൽ കേതു, 5-ൽ ചന്ദ്രൻ, 7-ൽ ശനി, 8-ൽ രാഹു. ഇതാണ് ചിങ്ങമാസം തുടങ്ങുമ്പോഴുള്ള ചിങ്ങം രാശിക്കാരുടെ ഗ്രഹസ്ഥിതി. ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഷഫ്ലിംഗ് ഉണ്ടാകുന്നതാണ്. സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ഉണ്ടാകാം. കർമ്മസ്ഥാനത്ത് ഗുരുമംഗളം രൂപപ്പെട്ടിരിക്കുകയാണ് ചിങ്ങൻ രാശിക്കാർക്ക്. ചൊവ്വ യോഗാധിപതിയാണ്. ഗുരു പഞ്ചമാധിപതിയും അഷ്ടമാധിപതി കൂടിയാണ്. നിലവിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗം പുഷ്ടിപ്പെടും. പതിവിലുമധികം ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവ മാറിക്കിട്ടുന്നതാണ്. ധനാഗമം ഉണ്ടാകും. ധനം സമ്പാദിക്കാൻ നൂതന വഴികൾ തേടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. സഹോദരങ്ങളുടെ സഹകരണമുണ്ടാകും. മാതാവിൻ്റെ രോഗാരിഷ്ടതകൾ മാറും. നീണ്ടകാലത്തെ ആഗ്രഹമായ വീടോ വസ്തുവോ വാഹനമോ സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാകും. എന്നാൽ അതിനെ കുറച്ച് കഠിനമായി പരിശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബാംഗങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങളും മനസ്സമാധാനമില്ലായ്മയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനും യോഗം കാണുന്നു. നിങ്ങളുടെ വാക്കു പാലിക്കാൻ കഴിയാതെ വരും. ധനം വരുമെങ്കിലും കുറച്ച് കാലതാമസം നേരിടും. കടം അല്ലെങ്കിൽ ലോൺ വാങ്ങാൻ നിർബന്ധിതനാകും. വിദ്യാർത്ഥികൾ കുറച്ച് കഠിനാധ്വാനം ചെയ്താലേ വിജയത്തിലെത്താൻ കഴിയൂ. അതുപോലെ അപകടങ്ങളും വീഴ്ചകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇഴജന്തുക്കളിൽ നിന്നും വിഷാംശം ഏൽക്കാതെയും നോക്കേണ്ടതാണ്. ദമ്പതിമാർ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും കാരണത്താൽ അകന്നു കഴിയേണ്ടതായി വരും. ശനി കണ്ടകനായി തുടരുകയാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. പൊതുവെ ചിങ്ങം 1 മുതൽ, അതായത് ഓഗസ്റ്റ് 17 മുതൽ 2025 ഏപ്രിൽ വരെ ഇടകലർന്ന ഫലങ്ങളായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് ലഭിക്കുക. എന്നാൽ 2025 ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടി വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും. ആഗ്രഹ സാഫല്യമുണ്ടാകും. പല വഴികളിലൂടെ ധനനേട്ടം.
എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം. കടം വീട്ടാൻ കഴിയും. വിദേശയാത്രാ യോഗം. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ അവസരം. പൊതുവെ ഈ വർഷം ചിങ്ങൻ രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കന്നിരാശി. ഉത്രം അവസാന 3 പാദങ്ങൾ, അത്തം ചിത്തിര ആദ്യ 2 പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്കാരുടെ ചിങ്ങമാസത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴവും ചൊവ്വയും 9-ൽ, സുഖസ്ഥാനത്ത് ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ രാഹു, ജന്മത്തിൽ കേതു. വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല സഞ്ചാരം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മംഗല്യയോഗം. അകന്നു കഴിഞ്ഞ ദമ്പതിമാർ തമ്മിൽ പിണക്കം മാറി ഒത്തുചേരുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും. ഇതുവരെ മടി പിടിച്ചിരുന്നവരാണെങ്കിൽ മടി മാറി നിങ്ങൾ വളരെ ആക്റ്റീവ് ആകുന്നതാണ്. ദമ്പതിമാർ തമ്മിൽ ഐക്യത്തിലും സന്തോഷത്തിലും കഴിയും. കുടുംബാംഗങ്ങൾ തമ്മിൽ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം. കുടുംബം വിട്ട് അകന്നു കഴിയേണ്ടി വരും. പൊതുസമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകും. വിദേശത്തോ അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടോ ജോലി ലഭിക്കും. ചിലർക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. പ്രണയിതാക്കൾക്ക് നല്ല സമയമാണ്. ചിലർ വിവാഹിതരാകാൻ തീരുമാനമെടുക്കും. മറ്റു ചിലർ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടും. വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ ഈ കാലയളവിൽ ചിലർക്ക് സാധിക്കുന്നതാണ്. ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവ് അധികരിക്കും. കൂടുതലും ശുഭകാര്യങ്ങൾക്കുള്ള ചിലവുകളായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ ചില ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അധിക പണം ചിലവഴിക്കുന്നതാണ്. കടം, രോഗം, ശത്രുക്കൾ ഇവയൊക്കെ ഇല്ലാതാകും. കേസ് വഴക്കുകൾ രമ്യതയിലെത്തും. അന്യമതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് സഹായമായി എത്തുന്നതാണ്. പൊതുവെ ചിങ്ങം 1 മുതൽ, അതായത് ഓഗസ്റ്റ് 17 മുതൽ 2025 മാർച്ച് 29 വരെ നല്ല സമയമായിരിക്കും. അതിനുശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായും ജീവിത പങ്കാളി മുഖേനയും മനോവേദനകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 2025 മാർച്ചിന് ശേഷം 3-4 ഗ്രഹങ്ങൾ രാശി മാറുന്നു. അതിൽ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി നിങ്ങൾക്ക് അനുകൂലമല്ല. രാഹു, കേതുക്കൾ 6-ലും 12-ലുമായി വരുന്നത് കുറച്ച് അനുകൂലമാണ്. പൊതുവെ 2025 മാർച്ചിന് ശേഷം, അതായത് 1200-ാം ആണ്ട് മേടമാസത്തിന് ശേഷം ഇടകലർന്ന ഫലങ്ങളായിരിക്കും കന്നിരാശിക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഇതൊരു പൊതുഫലമാണെന്നുള്ള കാര്യം ഓർക്കുക. 25 അല്ലെങ്കിൽ 30% മാത്രമേ അനുകൂല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ജാതകത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, വിശാഖം ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാം രാശിക്കാരുടെ ചിങ്ങമാസാരംഭ ഗ്രഹസ്ഥിതി നോക്കിയാൽ 3-ൽ ചന്ദ്രൻ, 5-ൽ ശനി, 6-ൽ രാഹു, 8-ൽ വ്യാഴവും ചൊവ്വയും, 11-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ. പുതുവർഷം തുടങ്ങുന്നത് അത്ര അനുകൂലമായിട്ടല്ല. വ്യാഴം മറഞ്ഞു നിൽക്കുന്നു, ചൊവ്വ മറഞ്ഞു നിൽക്കുന്നു. ചൊവ്വ ധനാധിപതി കൂടിയാണ്, സപ്തമാധിപതി കൂടിയാണ് ചൊവ്വ. ജീവിത പങ്കാളിക്ക് രോഗാരിഷ്ടതകളോ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി സംബന്ധമായി ദുരിതങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. വാക്കുപാലിക്കാൻ സാധിക്കില്ല. ധനവരവിന് തടസ്സം നേരിടും. എന്നാൽ ചിങ്ങമാസം കഴിഞ്ഞ് ധനവരവുണ്ടാകുന്നതാണ്. ചിലർക്ക് അപ്രതീക്ഷിത ധനനേട്ടവും പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അവ ലഭിക്കും. PSC പരീക്ഷ അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകൾ എഴുതിയവർക്ക് ആദ്യഘട്ടത്തിൽ വിജയമുണ്ടാകും. ചിലർക്ക് വാഹനം വാങ്ങാനുള്ള സാഹചര്യം ഒത്തുചേരുന്നതാണ്. വിദ്യാർത്ഥികൾ അധ്വാനിച്ച് പഠിച്ചാൽ മാത്രമേ വിജയം നേടാൻ കഴിയൂ. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും. കടം, ലോൺ മുതലായവ ഉള്ളവർക്ക് ഒരു പരിധിവരെ കടം വീട്ടാൻ കഴിയുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് സാധ്യത. ആത്മീയ യാത്രകൾ ഉണ്ടാകും. ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കും. ചിലവുകൾ കൂടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ചിലർ വീട് വിട്ട് മാറി താമസിക്കേണ്ടതായി വരും. കുട്ടികളെ കൊണ്ട് മനോവേദന ഉണ്ടാകുന്നതാണ്. പഠനത്തിൽ അവർ പുറകിലോട്ടാകും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും.
പ്രണയബന്ധങ്ങൾ തൃപ്തികരമാവില്ല, അകൽച്ച ഉണ്ടാകാം. ചില തുലാം രാശിക്കാരുടെ മക്കൾ എന്തെങ്കിലും കാരണത്താൽ അകന്നു കഴിയും. സമൂഹ രംഗത്ത് അറിയപ്പെടും. ജോലിയിലുള്ളവർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും. 1200 ആണ്ട് ചിങ്ങം 1 മുതൽ മേടം വരെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും താമസവും നേരിടുമെങ്കിലും 1200 ആണ്ട് മേടമാസം കഴിഞ്ഞാൽ, അതായത് 2025 ഏപ്രിൽ മാസം കഴിഞ്ഞാൽ തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ നല്ല ഫലങ്ങളായിരിക്കും. ഈ വർഷം തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും അതൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ്. അടുത്ത വർഷം മേടം കഴിയുമ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ശനി 6-ൽ, രാഹു 5-ൽ, കേതു 11-ൽ. കുറച്ചു കാലങ്ങളായി അനുഭവിച്ചു വന്ന ദുരിതങ്ങളും മനോവേദനയുമെല്ലാം 2025 മെയ് മാസത്തോടെ മാറിക്കിട്ടും. 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു 8-9 മാസം അത്ര അനുകൂലമല്ലെങ്കിലും അതിനുശേഷം തുലാം രാശിക്കാർക്ക് സമയം അനുകൂലമായിരിക്കും. ദശാഭുക്തിയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയും നിങ്ങൾക്കുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഏതായാലും 2025 ഏപ്രിൽ മാസം തുടങ്ങുന്ന നല്ല സമയം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്കാരുടെ 1200 ആണ്ട് ചിങ്ങമാസാരംഭത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ 2-ൽ ചന്ദ്രൻ, സുഖസ്ഥാനമായ 4-ൽ ശനി, 5-ൽ രാഹു, 7-ൽ വ്യാഴനും കുജനും, 10-ൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ, ബുധൻ, ശുക്രൻ, 11-ൽ കേതു. ഇങ്ങനെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ചിങ്ങമാസാരംഭത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. സുഖസ്ഥാനത്ത് ശനി കണ്ടകശനിയായി സഞ്ചരിക്കുന്നു. മാതാവിന് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. വീട് മാറി താമസിക്കേണ്ടതായി വരും. ജോലി സംബന്ധമായോ മറ്റെന്തെങ്കിലും കാരണത്താലോ വീട് മാറി താമസിക്കുകയോ വീട് വിട്ട് അകലെ, അതായത് മാതാവിനെ വിട്ട് താമസിക്കേണ്ടതായും വരുന്നതാണ്. സുഖസൗകര്യങ്ങൾക്ക് കോട്ടം തട്ടും. ശരീര സംബന്ധമായി സുഖക്കുറവ് അനുഭവപ്പെടും. പഞ്ചമസ്ഥാനത്ത് രാഹുവിൻ്റെ സഞ്ചാരം മനസ്സിന് ഇടയ്ക്കിടെ അസ്വസ്ഥത ഉണ്ടാക്കും. സന്താനങ്ങൾക്കായി കാത്തിരുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുമെങ്കിലും സർജറി വേണ്ടിവരും. പ്രണേതാക്കൾക്കിടയിൽ അലോസരമുണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ മാർക്കറ്റിലുമൊക്കെ പണം ധാരാളം മുടക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകും. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മുതൽ മുടക്കാൻ അല്ലെങ്കിൽ നിക്ഷേപത്തിന് താല്പര്യമുള്ളവർ ആലോചിച്ച് ചെയ്യുക. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മാംഗല്യ യോഗമുണ്ടാകും. ചിലർ സ്വയമേവേ തന്നെ അവരവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ട സമയമാണ്. പങ്കാളികൾ തമ്മിൽ വാഗ്വാദവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ദമ്പതിമാർക്കിടയിൽ സ്വരച്ചേർച്ച ഉണ്ടാകുമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ജോലിയിലുള്ളവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. സർക്കാർ ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടം. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സിനിമ, സീരിയൽ, സംഗീത മേഖലകളിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ധാരാളം ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ദാനധർമാദികൾ ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പൊതുവെ വൃശ്ചികൻ രാശിക്കാർക്ക് ചിങ്ങമാസം തുടങ്ങി ഒരു 8-9 മാസം വരെ കുറച്ച് അനുകൂല ഫലങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ 2025 മാർച്ച് മാസം കഴിയുന്നതോടെ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. കാര്യതടസ്സം, മനസ്സമാധാനമില്ലായ്മ, ദൈവാധീനം കുറയുക, തൊഴിലിലും ബിസിനസ്സിലും ഉദ്ദേശിച്ച നേട്ടം വരാതിരിക്കുക, വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചാലും ഉദ്ദേശിച്ച ഫലം കിട്ടാതെ പോവുക, ദമ്പതിമാർക്കിടയിൽ ഐക്യമില്ലാതാവുക, വാക്പോര്, വിദേശയാത്രാ തടസ്സം, കുടുംബത്തിൽ സ്വസ്ഥത കുറവ്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, കടം കൂടുക, ശത്രുക്കൾ വർദ്ധിക്കുക തുടങ്ങിയ ദോഷഫലങ്ങൾക്ക് 2025 മേടമാസം കഴിയുന്നതോടുകൂടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ പുതുവർഷത്തിൻ്റെ ആദ്യ 8-9 മാസം നല്ല ഫലങ്ങളും അതിനുശേഷം ചില പ്രതിസന്ധികളും വൃശ്ചികൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജനനകാല ജാതകമനുസരിച്ച് അനുകൂല ഗ്രഹസ്ഥിതിയും അനുകൂല ദശാകാല ഭുക്തിയുമാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും നിങ്ങൾ മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവും വരുന്നില്ല. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്കാർക്ക്
1200 ആണ്ട് ചിങ്ങമാസത്തിൻ്റെ തുടക്കത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ 3-ൽ ശനി, 4-ൽ രാഹു, 6-ൽ വ്യാഴനും കുജനും, 9-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, കർമ്മസ്ഥാനത്ത് കേതു. വർഷാരംഭം അത്ര സുഖകരമായിട്ടല്ല തുടങ്ങുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കും. കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് നീണ്ടുപോകും. കടം തീർക്കാൻ ബുദ്ധിമുട്ടും. ഒരു കടം തീർക്കാൻ മറ്റൊരു കടം വാങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകും. ജോലിസ്ഥലത്തും പുറത്തും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ അല്ലെങ്കിൽ കേസുകൾ ഉണ്ടാകാം. നിങ്ങളുടെ കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഉണ്ടാകും. വാഹനമുണ്ടെങ്കിൽ അതിലൂടെ നഷ്ടം. കേടുപാടുകൾ തീർക്കാൻ അധിക പണം ചിലവാകും. ചിലർക്ക് വീട് വിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കുന്നതാണ്. ബിസിനസ്സിനോ ജോലിക്കോ വേണ്ടി വിദേശത്ത് പോകും. പ്രണയിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജാതകാൽ അനുകൂല ദശാഭുക്തി നടക്കുന്നവരാണെങ്കിൽ ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നു. സർക്കാർ ജോലിയിലുള്ളവർക്ക് ടെൻഷൻ വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ചിലർക്ക് പിതൃസ്വത്ത് ലഭിക്കും. അപകടത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടും. തെറ്റുകളും ശരികളും നന്നായി തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകും. പണം സംബന്ധമായ ഇടപാടുകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട നൂലാമാലകളിൽ നിന്നും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് ചില പേരുദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മാനഹാനികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ജോലിസ്ഥലത്ത് ചില ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷ നേടുന്നതാണ്. അപ്പോൾ ചിങ്ങമാസം തുടങ്ങി ഒരു 8-9 മാസം നിങ്ങൾക്ക് ഗ്രഹങ്ങൾ അത്ര അനുകൂലമല്ലാത്തതിനാൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും 2025 ഏപ്രിൽ മാസം കഴിയുന്നതോടെ ദേവാദിനം വർദ്ധിക്കുകയും സമയം നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യുന്നു. കണ്ടകശനി തുടങ്ങുമെങ്കിലും വ്യാഴത്തിൻ്റെ ശുഭസ്ഥിതിയിലുള്ള അനുഗ്രഹത്താൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. 2025 ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാവിൻ്റെയോ പിതൃതുല്യരായിട്ടുള്ളവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുക. മകരൻ രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്കാരുടെ ചിങ്ങമാസാരംഭത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ 2-ൽ ശനി, 3-ൽ രാഹു, പഞ്ചമസ്ഥാനമായ 5-ൽ വ്യാഴവും കുജനും, അഷ്ടമത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 9-ൽ കേതു, 12-ൽ ചന്ദ്രൻ. ഇതാണ് പുതുവർഷം ആരംഭിക്കുമ്പോൾ മകരൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി. കുറേ കാലമായി ദുരിതമനുഭവിച്ച രാശികളിൽ ഒന്നാണ് മകരൻ രാശി. 7 ശനിയുടെ പിടിയിലാണ് മകരൻ രാശിക്കാർ. എന്നാലും 7 ശനിയുടെ അവസാന ഘട്ടമായതിനാൽ ഇവർക്ക് ശനിദോഷം കുറഞ്ഞു വരുന്ന വർഷമായിരിക്കും. പഞ്ചമസ്ഥാനത്തെ വ്യാഴം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു തരുന്നതാണ്. പൂർവ്വപുണ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ മുഖാന്തരം സന്തോഷം, കുടുംബദേവതയുടെ അനുഗ്രഹം, സന്താനമില്ലാത്തവർക്ക് സന്താനയോഗം, പ്രണയിതാക്കൾക്ക് അവർ ആഗ്രഹിച്ച പോലെയുള്ള ആഗ്രഹ സാഫല്യം, ചിലർക്ക് വിവാഹയോഗം, ദീർഘനാളായി വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹയോഗം, ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് മുതലായവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ അനുഭവിച്ചു വന്ന മനോവേദനകൾക്ക് സന്തോഷം പകരുന്ന വർഷമായിരിക്കും ഇത്. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. വിദേശ യാത്രകൾ ഉണ്ടാകും. വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. വിദേശ യാത്രകൾ ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പിതാവിനോ പിതൃതുല്യരായവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശമനമുണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നഷ്ടം ഈ വർഷം നികത്താൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കും. സിനിമ, സീരിയൽ, സംഗീതം ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് കലാരംഗത്തുള്ളവർക്കുമെല്ലാം നല്ല സമയമാണ്. പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും. പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ജോലിയിലുള്ളവർക്ക് മേലധികാരികളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അവ പതുക്കെ മാറിക്കിട്ടുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ചില പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ താമസിയാതെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും.
ചിലർക്ക് അപ്രതീക്ഷിത ധനനേട്ടമോ വസ്തുലാഭമോ ഉണ്ടാകും. നിങ്ങളുടെ ഉദ്യമങ്ങൾ എന്തു തന്നെയായാലും അതിൽ വിജയമുണ്ടാകും. ആത്മീയത വർദ്ധിക്കും. തീർത്ഥയാത്രകൾ പോകും. ദാനധർമാദികൾ ചെയ്യും. ചിലർക്ക് ഗുരുനാഥന്മാരെ കണ്ടുമുട്ടാൻ അവസരം കിട്ടും. അപ്പോൾ 1200 ആണ്ട് ചിങ്ങമാസം തുടങ്ങി ഏകദേശം ഒരു 8-9 മാസം മകരൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. 2025 മാർച്ച് മാസത്തോടെ വ്യാഴം 6-ൽ വരുമെങ്കിലും നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് നിങ്ങളുടെ 7 ശനി പൂർണ്ണമായും മാറുന്നു എന്നുള്ളതാണ്. രോഗാരിഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെങ്കിലും ശനി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ എല്ലാ കാര്യത്തിനും ഒരു സമാധാനവും വിജയവും ഉണ്ടാകുന്നതാണ്. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 2 പാദം ചേരുന്ന കുംഭൻ രാശിക്കാരുടെ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ജന്മത്തിൽ ശനി, 2-ൽ രാഹു, 4-ൽ വ്യാഴവും കുജനും, 7-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, കേതു അഷ്ടമത്തിൽ. ഇതാണ് പുതുവർഷം തുടങ്ങുമ്പോൾ കുംഭൻ രാശിക്കാരുടെ ഗ്രഹസഞ്ചാര നില. ജന്മശനി നടക്കുന്ന കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും കാലതാമസവും ഉണ്ടാകും. പ്രതീക്ഷിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാകാം. രോഗദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനഹാനി, കേസ് വഴക്കുകൾ, കടം, രോഗം തുടങ്ങിയവ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ജോലി സംബന്ധമായി തടസ്സങ്ങൾ. ജോലി രാജിവെക്കണോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. എന്നാൽ ജോലി നഷ്ടപ്പെടുത്തരുത്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം നേരിടും. ജോലി നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യത ഉള്ള സമയമാണ്. അതുപോലെ വാഹനം ഓടിക്കുന്നവരും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ്. ജന്മശനി നടക്കുന്ന സമയം മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളോ താമസമോ ഉണ്ടെങ്കിലും ജനനകാല ഗ്രഹനിലയും അനുകൂല ദശാഭുക്തിയുമാണെങ്കിൽ ജോലി ലഭിക്കും. പക്ഷേ അത് മനസ്സിന് തൃപ്തികരമല്ലാത്തൊരു ജോലിയായിരിക്കാം. ഏകദേശം 8-9 മാസം കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനോവേദനയും ഉണ്ടാകുമെങ്കിലും 2025 മാർച്ച് മാസത്തിന് ശേഷം കുംഭൻ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു പരിധിവരെ മാറിക്കിട്ടും. ജന്മശനി വിട്ടൊഴിയും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില മനക്ലേശങ്ങൾ ഉണ്ടാകാം. ധനവരവ് ഉണ്ടാകും. ഇൻഷുറൻസ്, ചിട്ടി, സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ലോട്ടറി എന്നിവയിൽ നിന്നും ധനവരവിന് സാധ്യത കാണുന്നു. മനോവേദനയിൽ സമൂഹത്തിൽ നിന്നും മാറി നിന്ന നിങ്ങൾക്ക് ഒരു ധൈര്യവും ഉന്മേഷവും ഉണ്ടാകുന്ന സമയമായിരിക്കും. 1200 ആണ്ട് മേടം മാസം കഴിയുന്നതോടെ, അതായത് 2025 ഏപ്രിൽ മാസം കഴിയുന്നതോടെ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഒരു മുന്നേറ്റം കണ്ടു തുടങ്ങും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. അപ്പോൾ ചിങ്ങമാസം തുടങ്ങി ഒരു 9 മാസക്കാലം ദോഷഫലങ്ങളും 2025 ഏപ്രിൽ മാസത്തോടെ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. അനുകൂല ദശാഭുക്തിയും അനുകൂല ഗ്രഹസ്ഥിതിയുമാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഈ വർഷം വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാരുടെ പുതുവർഷത്തെ ഗ്രഹനില പരിശോധിച്ചാൽ ജന്മത്തിൽ രാഹു, 3-ൽ വ്യാഴവും കുജനും, 6-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 7-ൽ കേതു, 12-ൽ ശനി. 7 ശനിയുടെ തുടക്കകാലമാണ്. 3-ൽ വ്യാഴമാണെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. മനോവിഷമം, കാലതാമസം, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ ഉണ്ടാകാം. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ അനുകൂലമായ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 7, 9, 11 ഭാവങ്ങളിൽ വരുന്നതിനാൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അത് മാറ്റിയെടുക്കാൻ സാധിക്കും. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് വിവാഹം ഉറപ്പിക്കാനുള്ള സമയം ഒത്തുചേരും. വിദേശ യാത്രയ്ക്ക് നേരിട്ട തടസ്സങ്ങൾ കുറച്ച് മാറിക്കിട്ടും. വിസ സംബന്ധമായ കാലതാമസം ഒഴിയും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലിയിൽ മാറ്റമോ ജോലി സംബന്ധമായി കുറച്ച് സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങളോ നടക്കും. PR, GC എന്നിവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ വർഷാവസാനം തന്നെ അവ ലഭ്യമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആശ്വാസത്തിന് വക നൽകുന്ന
വരുമാനമുണ്ടാകും. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് നല്ല സമയമായിരിക്കും. ജന്മത്തിലെ രാഹു ഇടയ്ക്കിടെ മനസ്സിന് ആദി ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾക്ക് അമിതമായ കോൺഫിഡൻസും വർദ്ധിക്കുന്നതാണ്. ഉദ്ദേശിച്ച ചില കാര്യങ്ങൾക്ക് കാലതാമസം നേരിടാം. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ പണം മുടക്കുന്നത് അത്ര ബുദ്ധിയല്ല. ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും ജോലി നഷ്ടപ്പെടാതെ നോക്കുക. പൊതുവെ മീനൻ രാശിക്കാർക്ക് ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കും. ഈ സമയം തീർത്ഥയാത്രകൾ പോകാൻ തീരുമാനിക്കും. മനോവിഷമത്തിന് ഈ യാത്രകൾ പരിഹാരമാകും. ജീവസമാധി കേന്ദ്രങ്ങൾ സന്ദർശിക്കും. ചിലർ ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യനില ഇടയ്ക്കിടെ മോശമാകും. കണ്ടത്തിനു മേൽ അസുഖം വരും. പിതാവിനോ പിതൃതുല്യരായവർക്കോ രോഗമുണ്ടെങ്കിൽ അതിന് ശമനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാകും. ദമ്പതിമാർ തമ്മിൽ ചില വാഗ്വാദങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടും. ഇളയ സഹോദരങ്ങൾ അകന്നു നിൽക്കും. എന്നാൽ മുതിർന്ന സഹോദരങ്ങൾ കുറച്ച് സഹകരണ മനോഭാവം കാണിക്കും. 2025 ഏപ്രിൽ മാസം വരെ ഇടകലർന്ന ഫലങ്ങളായിരിക്കും മീനൻ രാശിക്കാർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം, അതായത് 2025 ഏപ്രിൽ മാസത്തിന് ശേഷം വ്യാഴം സുഖസ്ഥാനത്താണ് വരുന്നത്. ജന്മശനി തുടങ്ങുകയാണ്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാഹു ജന്മത്തിൽ നിന്നും മാറുന്നത് ആശ്വാസമായിരിക്കും. അതുപോലെ കേതു അനുകൂലമായി 6ാം ഭാവത്തിൽ വരും. മാനസിക പ്രയാസങ്ങളും ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകളും ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ജനനകാല ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുകൂലവും ദശാഭുക്തി അനുകൂലവുമാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല. ശനിയെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകൾ ചെയ്യുക. ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുക. പ്രായാധിക്യം ചെന്നവരെ സഹായിക്കുക. അംഗഭംഗം വന്നവരെയും സഹായിച്ചാൽ ജന്മശനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ പൊതുവേ ഈ പുതുവർഷത്തിൻ്റെ ആരംഭഘട്ടം മുതൽ ഏകദേശം ഒരു 8-9 മാസം ഒരു ഇടകലർന്ന ഫലങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും 2025 ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.